ഇന്ന് രാത്രിയും നാളെ രാത്രിയും അടുത്ത ദിവസങ്ങളിലുമെല്ലാം കർത്താവിൻ്റെ വരവും അന്ത്യകാല സംഭവങ്ങളും എന്നൊരു ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. രാത്രി മറ്റു മുഖവരുകളൊന്നുമില്ല, 10 വാക്യങ്ങളായിരിക്കും ഈ രാത്രി വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകമല്ല പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി എസെക്കിയേൽ പ്രവചനവും നാളെ രാത്രി സെഖരിയ പ്രവചനവും അടുത്ത രാത്രി ആമോസിൻ്റെ പ്രവചനവുമായിരിക്കും. അവസാന സമയം തൊട്ടടുത്ത് ചെങ്കവിളയിൽ കൃപാസനത്തിൻ്റെ കൺവെൻഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പ്രസംഗിച്ചതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. 2 നാൾകളിലും നല്ല ജനമായിരുന്നു. അന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങളായിരുന്നു ഇവിടെ പ്രതിപാദിച്ചത്. അതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങളും വിശുദ്ധ ബൈബിളും യേശുക്രിസ്തുവിൻ്റെ വേഗപ്രത്യക്ഷത എന്നൊരു ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷ മഹായോഗം എന്തിനു വേണ്ടി സംഘടിപ്പിക്കുന്നു എന്ന് പലരും വിചാരിക്കും. പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് പണം കിട്ടിയോണ്ടല്ലേ ഈ സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നത്. സുവിശേഷ യോഗത്തിൻ്റെ പ്രത്യേകത ഏവർക്കും ശ്രമിക്കാം. 5 കാര്യങ്ങളാണ്. 1, ഇവിടെയുള്ള എല്ലാ മക്കളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാഹളത്തിങ്കൽ അവർ എടുക്കപ്പെടണം. 3, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. 4, ദേശത്ത് സമാധാനമുണ്ടാകണം. 5, ആത്മീയമായി സഭകൾ മുന്നേറണം. അതിനുവേണ്ടി ദൈവസഭയെ ഏൽപ്പിച്ച ദൗത്യ സുവിശേഷ മഹായോഗം. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. ഒരിക്കൽ കൂടി ഗ്രൗണ്ടിൽ നിൽപ്പാൻ ദൈവം കൃപ ചെയ്തു. അതുകൊണ്ട് ഈ രാത്രി 10 വാക്യങ്ങളായിരിക്കും. 1-2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് തിരുവചനത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണം. കയ്യിലിരിക്കുന്ന ബൈബിൾ നിങ്ങൾ തുറന്നു വെക്കണം. അതുപോലെ തന്നെ നോട്ട്സ് എഴുതുന്നവർക്ക് നോട്ട്സ് എഴുതാം. ഇവിടെ നല്ല കസേര ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലേക്ക് പക്കത്തിരിക്കുന്ന യാറെ അവർ കൂടെ കേട്ടിട്ട് നാളെ അവരെയും കൂട്ടി വരണം. ഞാൻ ഒരു കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്ന ആളല്ല. വല്ലപ്പോഴും ഇച്ചിരി പറയുന്ന ഞങ്ങളുടെ പാസ്റ്റർമാരെ പറയത്തുള്ളൂ. വിശ്വാസികൾ ഒരു കുഴപ്പവും പറയാറില്ല. ഇനി ചില പാസ്റ്റർമാർ ഇതിനകത്ത് കസേരയിൽ ഇരിപ്പുണ്ട്, ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കാം, ഒന്നും പറയത്തില്ല. വിഷമിക്കേണ്ട. ഇത് കേരളമല്ല, തമിഴ്നാടായതുകൊണ്ട് ഒരു കാര്യവും പറയത്തില്ല. സമാധാനത്തോടെ നിങ്ങൾ കേൾക്കാം. അവസാനം ആരും എഴുന്നേറ്റ് പോകരുത്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഉണ്ട്, കൊയറുണ്ട്. അരുമയാന പാടലെ പാടി അതിനുശേഷം ആശീർവാദത്തിന് ശേഷം ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ഇടയ്ക്ക് വരരുത്. ആശീർവാദം കഴിഞ്ഞതിന് ശേഷം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് 2 ഞായറാഴ്ച രാത്രി തന്നെ ഞാൻ മടങ്ങിപ്പോകും. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ യോഗത്തിൻ്റെ ആശീർവാദത്തിന് ശേഷം നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 198 പരമാധികാര രാഷ്ട്രങ്ങൾ, 70-ൽ പരം ചെറിയ ചിന്ന രാഷ്ട്രങ്ങൾ, 262 രാഷ്ട്രങ്ങൾ, UN കണക്കിൽ ലോകം, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ കടക്കുന്നു. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് 145 കോടി കഴിഞ്ഞ് 150-ലേക്ക് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഒരു ഭരണകർത്താക്കൾക്കോ മീഡിയയ്ക്കോ രാഷ്ട്രീയക്കാർക്കോ ധനതത്വ ശാസ്ത്രജ്ഞന്മാർക്കോ ഒന്നും അറിയാൻ പറ്റാത്തൊരു കാലം. നല്ലൊരു കാലത്തിൽ ലോകരാജ്യങ്ങൾ മുന്നേറ്റത്തിൻ്റെ പടവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വല്ലാതെ ലോകത്തെ പിടിച്ചുലുക്കി ഒരു മഹാവ്യാധി ഇവിടെ വന്നു. അതിൻ്റെ പേരാണ് നോവൽ കൊറോണ. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, 15 രൂപയുടെ സോപ്പ് എടുത്ത് കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിന് പിറകിൽ നമ്മൾ നോക്കണം. 2022 തൊട്ട് മുമ്പ് ഇവിടെ കൊല്ലങ്കോടും കളിക്കാവിളയും ചെങ്കവിളയും ചൂഴാലും നിദ്രവിളയും അതുപോലെ നടക്കാവും പാലവിളയും എല്ലാം കണ്ടൊരു കാര്യമുണ്ട്. സഹോദരങ്ങൾ മുഴുവനായി പാത്തിരിക്കുന്നത് എവിടെ തൊട്ടാൽ കയ്യിൽ, എവിടെ നോട്ടിനകത്ത് തൊട്ടാൽ വൈറസ്, പാൽ പാക്കറ്റ് തൊട്ടാൽ വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, അന്യോന്യം കൈ കൊടുക്കാത്ത കാലം ഇടുന്ന ഡ്രസ്സിനകത്തും വൈറസ്. അവിടെയെല്ലാം അന്ത നാൾക്കളിലെ വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇന്ന് രാത്രിയും വൈറസ് കടക്കാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിലിരിപ്പുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും ഈ വചനവുമായി നിങ്ങൾ കടന്നു വന്നത്. ഉലകത്തിൻ്റെ അന്ത്യദിനങ്ങൾ ലോകം ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കണം. ഓരോ 100 വർഷത്തിനിടയ്ക്ക് എവരി 100 years കമ്മിങ് എ പെസ്റ്റിലൻസ് ആൾ ഓവർ ദ വേൾഡ്. 1800-ൽ മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ട് ഇവിടെ ഒരു വൈറസ് ഇറങ്ങി, അഥവാ ഒരു മഹാവ്യാധി ആഞ്ഞടിച്ചു. അതിൻ്റെ പേരായിരുന്നു പ്ലേഗ്. എത്ര പേർ പട്ടു വീണെന്നറിയാമോ? ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്. ഇന്നത്തെ നേഴ്സസ് എല്ലാം ഇത് പഠിക്കാതെ BSc നേഴ്സോ MBBSലോ കിടക്കാൻ പറ്റത്തില്ല. 1800. അത് കഴിഞ്ഞ് 117 വർഷം ലോകം സമാധാനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ അവിടെ നിറവേറി. 917-ൽ വീണ്ടും 2ാമത്തെ ഒരു മഹാവ്യാധി വന്നു. അതിൻ്റെ പേരായിരുന്നു സ്പാനിഷ് ഫ്ലൂ. അനവധി പേരെ കൊന്നടുക്കി. 2ാമത്തെ സംഭവമായി യഹൂദൻ്റെ ആദ്യത്തെ മടങ്ങി വരവിന് വേണ്ടി അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു. അതിനെപ്പറ്റി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കടക്കും. ശ്രദ്ധയോടെ ഈ നാളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ
പീലാത്തോസിന്റെ അരമനയിൽ 2 കോടികൾ. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. 2 ബറബ്ബാസ്. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്നു ഭവിക്കട്ടെ. അതിനാസ്പദമായി കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ 110 രാജ്യങ്ങൾ ചിതറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്നത് 1971 നവംബർ 11 രാത്രി 11 ആ ഡിക്ലറേഷന്റെ പേരാ ആർതർ ബാൽഫോർഡ് വിളംബരം. ആദ്യമായി ചെടി കുഴിച്ചു വെക്കുന്നത് 917 നവംബർ 11 രാത്രി 11 3 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. ആരാ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്? പഴയ സഖാക്കൾക്ക് രാഷ്ട്രീയക്കാർക്കും അറിയത്തില്ല. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു, കാർൽ മാർക്സ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ബാലിബൻ ഇരിക്കത്, അവൻ പേര് വന്ന് ഫ്രെഡറിക് ഏംഗൽസ്. അവർ 2 പേരും എഴുതിയ തത്വസംഹിതയായിരുന്നു ഏതായിരുന്നു? കമ്മ്യൂണിസം. അത് ആദ്യമായി ഉയർത്തപ്പെട്ടത് ഇസ്രായേലിലല്ല, റഷ്യയിൽ. ആയിരക്കണക്കിന് തൊഴിലാളി സുഹൃത്തുക്കൾ 917 മെയ് മാസം 1-ാം തീയതി സാർ ചക്രവർത്തിമാരെ നേരെ കരമുയർത്തിക്കൊണ്ട് സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകുവിൻ. ആദ്യമായി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം 1917 മെയ് 1. അതുകൊണ്ട് പാറശാലയിലും കളിക്കവളയിലും ലോക തൊഴിലാളി ദിനം. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ: 1 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം, 2 യഹൂദന്റെ മടങ്ങി വരവ്, 3 ഒരു മഹാവ്യാധി അന്ന്. അത് കഴിഞ്ഞ് 917 കഴിഞ്ഞു. ലോകം വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. 102 വർഷം കഴിഞ്ഞപ്പോൾ ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ ഒരു വൈറസ് ലോകത്തിന്റെ താളഗതികൾ മാറ്റിക്കഴിഞ്ഞു. ഇത് സാധാരണ സംഭവമല്ല. അത് ആരംഭിച്ച നോവൽ കൊറോണയാണ്. ഇപ്പോൾ ഒമിക്രോൺ വരെ നമ്മുടെ കേരളവും തമിഴ്നാടും കണ്ടത്. അമേരിക്കയിൽ ഇപ്പോൾ സബ്സിക്വൻ്റായിട്ട് ഇത് വേരിയൻ്റ് ആയി കഴിഞ്ഞു, മ്യൂട്ടേറ്റ് ചെയ്തു. 7 ദിവസത്തെ പനി, അതിന് വിളിക്കുന്നു JN2. ഇന്ത്യയിലും ഇലക്ഷൻ കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, പലരും മാസ്ക് വെച്ചു അല്ലെങ്കിൽ സാനിറ്റൈസറുമായിട്ട് വോട്ട് ചെയ്യാമെന്ന്. ഇപ്പോഴും കോവിഡ് ഉണ്ട് ഇന്ത്യയിലും. അതിൻ്റെ പേരാ JN1 അഥവാ കട്ടി കുറഞ്ഞ പനി. ICMR പറയുന്നു ദിവസം 200-ൽ പരം കേസുകൾ ഇവിടെ. അപ്പോൾ ഈ കോവിഡ് അവസാനിക്കുകയില്ല, ഇതൊരു തുടക്കം മാത്രമാ. വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ മൂല പ്രഭാഷണം അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രി മുതൽ നാം ചിന്തിക്കുന്നത്. മത്തായി 24 യേശു അന്ത്യകാല സംഭവങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. മാത്യു ചാപ്റ്റർ 24-21 അതിനകത്ത് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് such a panic or pandemic situation not yet in rise the human kingdom watching a simultaneous pestilence all over the world. അമേരിക്കയിലെ ഒഗിയോ കടൽ മുതൽ തേങ്ങാപട്ടണം വരെ അവൻ അടിക്കുമെന്ന്, ലോകം മുഴുവൻ വരുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കോവിഡിനോടനുബന്ധിച്ച് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഏകദേശം 30ഓളം പ്രവചനങ്ങൾ നിറവേറുന്നു. 2 കാര്യങ്ങൾ തൊട്ടുകൊണ്ട് വചനത്തിലേക്ക്. ഒരു ട്രെയിൻ പാളത്തിനകത്ത് വരുന്നതിനും അനവധി മുന്നറിയിപ്പുകൾ. ആകാശത്തിന്റെ മണ്ഡലത്തിനകത്ത് ഒരു വിമാനം കയറുന്നതിന് മുമ്പ് അനവധി മുന്നറിയിപ്പുകൾ പോലെ നാഥന്റെ വരവിന്റെ ചാലുകൾ ബൈബിളിനകത്ത്. 2 സംഭവങ്ങൾ തൊട്ടുവെച്ചെന്ന് രാത്രി മത്തായിലേക്ക് മെസ്കയിലേക്ക്. നമ്പർ 1 2023 ഇന്ത്യ. 2003 ഇന്ത്യയും എവിടം വരെ എത്തി? 2023. ഇന്നേക്ക് 2023 തുടക്കത്തിൽ ആദ്യത്തെ പരിവേഷണം തുടങ്ങി. ചന്ദ്രയാൻ 3. അതിന്റെ പ്രത്യേകത ഏകദേശം 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ആദിത്യ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെ അയച്ചു. പിന്നെ ചന്ദ്രയാൻ 3 ആദിത്യ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹ 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനെ പിടിക്കുവാൻ ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങളെ ആരയച്ചു? ഇന്ത്യ. ഉപഗ്രഹങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് ആ റോക്കറ്റിനകത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് വിക്രം ലാൻഡർ. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇന്ന് ചന്ദ്രന്റെ പടമെല്ലാം എടുത്ത് ഇന്ത്യക്ക് അയച്ചു കൊടുക്കുന്നു. 1 2023 ഇന്ത്യയും ചന്ദ്രനും. 2023 മധ്യപകുതിയായപ്പോൾ ആരംഭിച്ചു. സൂര്യൻ 5.25 കോടി കിലോമീറ്റർ കത്തിപ്പടിക്കുന്ന സൂര്യനെ പഠിക്കുവാൻ ഒരു ഏറ്റവും നിർണായകമായ ഒരു ഉപഗ്രഹത്തെ വിട്ടുകഴിഞ്ഞു. അത് 15 ലക്ഷം കിലോമീറ്റർ കടന്നു. കന്യാകുമാരി വണ്ടി കളിക്കാവുള്ള ബസ് സ്റ്റാൻഡിൽ കയറി കട്ടം കുടിക്കുന്നത് പോലെ 15 ലക്ഷം കിലോമീറ്ററിൽ ആദിത്യ 3 ഇരുന്നു കൊണ്ട് പടമെടുക്കുന്നു. പരിവേഷത്തിന് ഇന്ത്യ പേരിട്ടു ഗഗൻയാൻ 3. ഇന്ന് രാത്രി ഇവിടുത്തെ ഏറ്റവും നിർണായകമായി ടീച്ചേഴ്സിന്റെ മൊബൈലിലെല്ലാം വന്നു കഴിഞ്ഞു. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഏറ്റവും നിർണായകമായി ഫിസിക്സ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പിന്നെ ജോഗ്രഫി ടീച്ചേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്ന കേരളമാകട്ടെ തമിഴ്നാടാകട്ടെ അവരുടെ മൊബൈലിൽ ഒരു ഫീച്ചർ വന്നു, അല്ലെ സിലബസ് വന്നു. മനുഷ്യൻ ചൊവ്വയിലേക്ക്. അതിന് പേരിട്ടിരിക്കുന്നു ശാസ്ത്രലോകം മാർസ് 1. 5.25 കോടിയല്ല, 15 ലക്ഷം കിലോമീറ്റർ ആദിത്യം നിൽക്കുമ്പോൾ 5.25 കോടി കിലോമീറ്ററുള്ള ചൊവ്വ. അവിടുത്തെ ചൂട് 125 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അവിടെ പിടിക്കുവാൻ മനുഷ്യൻ തയ്യാറെടുക്കുന്നു. അതിന് പേരിട്ടു മാർസ് 1. അതിനാസ്പദമായി 2 മലയാളികൾ തയ്യാറാകുന്നു. പാലക്കാടുകാരൻ ലേഖാശ്രദ്ധ, തൊട്ടടുത്ത് തിരുവനന്തപുരം സ്വദേശി പൂജപ്പുരക്കാരൻ രാകേഷും ഇപ്പോൾ സുന്ദരമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. മനുഷ്യന്റെ തലയിൽ മൈക്രോ ചിപ്പ് വെച്ച് രംഗപടത്തിൽ ചിപ്പ് കൊണ്ടുവന്ന എലോൺ മസ്ക് പറഞ്ഞു, പൈസ തരാമെങ്കിൽ ഞാൻ മനുഷ്യനെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ അടുത്ത ദിവസം കണ്ടില്ലയോ ഇന്ത്യക്കാരി ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത
വില്യംസ് ബഹിരാകാശത്തിലേക്ക്. കഴിഞ്ഞ ദിവസം ഇന്നുമെല്ലാം പത്രത്തിനകത്ത് വാർത്തയെങ്കിൽ കഴിഞ്ഞ 2023 ഡിസംബറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി അദ്ദേഹം ഇവിടെ ചെന്നു. ബാംഗ്ലൂർ ISRO ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ വേണം. വി നീഡ് എ ബേസ് സ്റ്റേഷൻ ദ സ്പേസ്. കളിക്ക് അവളെ തട്ടുകട തുടങ്ങിയതുപോലെ ഇന്ത്യ ശൂന്യാകാശത്ത് ബേസ് സ്റ്റേഷൻ തുടങ്ങാൻ പോകുന്നു. എത്ര കണ്ടുപിടുത്തങ്ങൾ! 1 ചന്ദ്രൻ, 2 സൂര്യൻ, 3 ചൊവ്വ, 4 മധ്യാകാശത്തിലേക്ക് മനുഷ്യൻ കുതിച്ചു കയറുന്നു. ബൈബിളിനകത്തുണ്ടോ യേശുക്രിസ്തുവിന്റെ ഉലുമല പ്രഭാഷണത്തിന്റെ ഒരു നിവർത്തി ഇവിടെ ലൂക്കോസ് 21:25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. തീർന്നില്ല. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾ കൊല്ലങ്കോട്, പഴവഞ്ചാൽ, പൂവാർ, പുല്ലുവിള, ശംഖുമുഖം, വിഴിഞ്ഞം സകല എണ്ണവും കെട്ടും കിടക്കെ എടുത്തുകൊണ്ടുകൂടും. സ്വത്രം. അതുകൊണ്ട് இந்த നാൽക്കലിലെ ഉന്ത പത്രികകത്ത് കടൽ ഇളകുന്നു. കണ്ടില്ലേ? അതിന് പേർ വിളിക്കുന്നു ശാസ്ത്രലോകം കള്ളക്കടൽ, കള്ളിക്കടൽ. ഇതൊരു വലിയ സംഭവം. 7 സെന്റിമീറ്റർ തിരമാല ഉയർന്നുകൊണ്ട് കടൽ തീരങ്ങളെ വിഴുങ്ങുവാൻ കടൽ തയ്യാറെടുക്കുന്നു. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. അതാ இந்த നാൽക്കൽ ടെലിവിഷൻ ചാനലിൽ ഇതിലെല്ലാം വന്ന ആൾക്കാർ കടലിന്റെ ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ത്യകാല സംഭവങ്ങൾ ഇന്ന് രാത്രി നിറവേറിക്കൊണ്ടിരിക്കുന്നു കോവിഡിന്റെ മറവിൽ. രണ്ടാമത്തെ സംഭവം, ലോകം ഭയങ്കര കണ്ടുപിടുത്തത്തിലേക്ക് പോന്നു. അതിന്റെ പ്രത്യേകത എന്തുവാ? ഇവിടെ ഈ പാറശാല SPയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നിംസിലോ കിംസിലോ ഒക്കെ മനുഷ്യന്റെ പാൻക്രിയാസോ അല്ലെങ്കിൽ ലിവറോ അല്ലെങ്കിൽ ഹാർട്ടോ ഒക്കെ മാറ്റിവെക്കും. അതൊക്കെയാണ് ഏറ്റവും വലിയ ശസ്ത്രക്രിയ. മുട്ടുമാറ്റും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അവയവം. ആ കാലം തീരാറായി എന്ന് ഇറ്റലിയിൽ ഒരു ശാസ്ത്രജ്ഞൻ തയ്യാറെടുക്കുന്ന ഡോക്ടർ സർഗിയ കൊർണോവ ഒരു ചെറുപ്പക്കാരൻ്റെ തല മാറ്റി വെക്കാൻ പോകുന്നു. ഭയങ്കര നിർണായകമായ കണ്ടുപിടുത്തം. സ്വതന്ത്രം. ആ ഡോക്ടർ ഇപ്പോൾ പൂച്ചയുടെ തല മാറ്റിയെന്ന് പറയുന്നു, എലിയുടെ തല മാറ്റിയെന്ന് പറയുന്നു. 8 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം തയ്യാറെടുത്തുകൊണ്ട് 8 വർഷം വേണ്ടത് എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ്റെ തല അറുത്ത് മാറ്റിയിട്ട് മറ്റൊരു തല ഫിറ്റ് ചെയ്ത് വെന്റിലേറ്റർ വഴി ശ്വാസം കൊടുക്കുന്ന ടെക്നോളജിക്ക് വേണ്ടി ഇറ്റലിക്കാരൻ ഒരുങ്ങുന്നു. അതിൻ്റെ പേരാ ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. സകല മീഡിയയിലും വന്നു കഴിഞ്ഞു. ഡോക്ടർ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. തല മരവിച്ച ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, എൻ്റെ തല മാറ്റി വേറെ തല വെക്കണം. ഇപ്പോൾ അദ്ദേഹത്തിനൊരു പേടി മാത്രം. ഡോക്ടറിന് ഈ കാലം എങ്ങനെ ഇനി മനുഷ്യനിൽ സംഭവിക്കാൻ പോകുന്നത്, പുരുഷന്റെ തലയർത്ത് സ്ത്രീയുടെ തല വെക്കുമെന്ന്, അന്നമ്മയുടെ തല അവറാച്ചാന് വെക്കുമെന്ന് ലോകം പേടിക്കുന്നു. ബൈബിളിനകത്തുണ്ടോ അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. വണ്ടിയുടെ സ്പെയർ പാർട്സ് മാറ്റുന്ന പോലെ ഇന്ന് കഴുത്തിന് താഴെ അവയവങ്ങൾ മാറ്റുമെങ്കിൽ പച്ച മനുഷ്യന്റെ തലയർത്ത് മറ്റൊരു മനുഷ്യന്റെ തല ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ശാസ്ത്രലോകം തയ്യാറെടുക്കുന്നു. ദാനിയേൽ പറഞ്ഞ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. കോവിഡിന്റെ മറവിൽ സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിന് വേണ്ടി കാണുന്ന ലക്ഷണങ്ങളെങ്കിൽ ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ ബൈബിളിലെ പ്രവചനങ്ങൾ നിറവേറുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ആണ്ടവരിൻ പിള്ളകൾ ഇന്ന് രാത്രി നാട്ടുക കരമുയർത്തി പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തി, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ ഇന്ന കാലത്തിലെ ബൈബിൾ കടിതങ്ങൾ നിറവേറുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ കരുത്ത് ഉയർത്തി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ശിലുവേപുരം കൊല്ലങ്കോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മത്തായി സുവിശേഷം 24:6-7 വാക്യങ്ങൾ. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. മാത്യു ചാപ്റ്റർ 24 വേർഡ്സ് 6 and 7. തമിഴ് ബൈബിൾ മത്തി 24:6-7. കുഞ്ഞു വായിച്ച് സഹായിച്ചിട്ട് എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അതാ ഇന്നത്തെ പത്രവാർത്ത എല്ലാം അതിനെ ബേസ് ചെയ്ത പ്രസംഗങ്ങൾ യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. റബ്ബറും തോട്ടം വീടും ഒന്നും വിട്ട് ആര് സ്ഥലം വിടരുത്. അതെല്ലാം കൈവച്ചേക്കണം. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. നെക്സ്റ്റ് വൺ, അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം ഇവിടെ നടക്കണം. അച്ഛായ അടുത്ത വാക്ക്, എന്നാൽ അത് അവസാനമല്ല. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ആൻ എൻഡ്. ഇതൊരു അവസാനമല്ല, ഇത് കർത്താവിന്റെ വരവിന്റെ ചാലുകൾ. അടുത്തത് ജാതി ജാതിയോടും. അതാ മക്കളെ, ഇന്നത്തെ മണിപ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും രക്ഷയില്ല. ഭീഷൺപൂർ, ഇംഫാൽ,
അത് കഴിഞ്ഞിട്ട് ചുരാചന്ദ്പൂർ, കുക്കി, മെയ്തൈ, നാഗ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുന്നു. ജാതി ജാതിയോട്. We are saying interpretation in this night, caste to caste. Then വായിച്ചട്ടെ. രാജ്യം രാജ്യത്തോടും എതിർക്കും. രാജ്യം രാജ്യത്തോട് എതിർക്കും. ഇന്ന് രാത്രി നാം ഈ പ്രഭാഷണം ഇവിടെ ആരംഭിക്കുമ്പോൾ 5 അടി ഒരേ സമയം നടക്കുന്നു. 1 റഷ്യ ഉക്രൈൻ, 2 ഇസ്രായേൽ ഹമാസ്, 3 ഇസ്രായേൽ സിറിയ, 4 ഇസ്രായേൽ ലബനോൻ, 5 ചൈന തൈവാൻ. എത്ര ക്ലിയർ നമ്മുടെ ബൈബിൾ. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അടുത്ത വാക്കൂടെ മോൾ വായിച്ചട്ടെ. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. അതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അടുത്ത വാക്ക് ഇതൊക്കെയും എങ്കിലും ഇതൊക്കെയും ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭ കാന്തന്റെ വരവിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനെ ബേസ് ചെയ്തായിരിക്കും പ്രവചന പുസ്തകങ്ങൾ നാം സംസാരിക്കുന്നത്. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എന്റെ അരുമயான പാടലെ കൊടുവിലാൽ ബാലിബ കൊളുവിനാർ പാടിയിട്ട് ഇവിടുത്തുകാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. സ്വോത്രം. കേരളത്തിലാന്നെ പല ബാങ്കുകളും ചിട്ടി കമ്പനികളും പൊട്ടി. ഇവിടെ കളിക്കാവിളയിലും ബിരികാട് മാർത്താണ്ടും ഒന്നും പൊട്ടിയിട്ടില്ല. എന്നിട്ടും ആൾക്കാർക്ക് വലിയ സന്തോഷമില്ല. സഹോദര സഹോദരി, വലിയ വീട് തന്നിട്ട് കാറ് തന്നിട്ട് ഒന്നുമല്ല. ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന അപ്പച്ചന് കോടാനുകൂടി സ്വോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. തായെ തകർപ്പര് 2023 കണ്ടവർ പലരും 24 കണ്ടില്ല. 24 ജനുവരി കണ്ടവർ 6 മാസം ജൂൺ മാസം കണ്ടില്ല. വാക്സിൻ ആകട്ടെ, അറ്റാക്ക് ആകട്ടെ, കളിക്കാവിളയിലും ചെങ്കവിളയിലും ചൂടാലിലും അതുപോലെ മാർത്താണ്ഡത്തുമല്ല അനവധി 45കാരൻ പടപട ബുള്ളറ്റിനകത്ത് പോയവൻ കുഴഞ്ഞു വീണ് മരിച്ച കാഴ്ച നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടെങ്കിൽ അതിന്റെ നടുവിൽ എത്ര പ്രതിസന്ധികൾ വന്നപ്പോഴും ഇന്ന് രാത്രിയും എന്നെ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന് കോടാനുകൂടി സ്വോത്രം. പാറശാല SP കടന്നപ്പോൾ ഡോക്ടർ തന്ന മരുന്നല്ല, തിരുവനന്തപുരം നിംസി കടന്നപ്പോൾ കിട്ടിയ വെന്റിലേറ്ററിന്റെ ഭക്തമല്ല, അല്ലെങ്കിൽ നെയ്യൂർ മരിച്ചുമലയിൽ പോയപ്പോൾ ഡോക്ടർ തന്ന ആന്റിബയോട്ടിക്കിന്റെ പവറല്ല, അതിന്റെ അപ്പുറത്ത് അപ്പച്ച അമ്മച്ചി നമ്മളെ താങ്ങിയ ഒരു കരമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിന് കോടാനുകൂടി സ്വോത്രം. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ആരാധന എവിടെ ഉയർന്നിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ കുഞ്ഞുങ്ങൾ എവിടെ മുട്ടുമടക്കിയിട്ടുണ്ട്. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ മതിലുകൾ അവിടെ ഇടിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ചൊവ്വക്കിഴമരുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ദൈവകരം വെളിപ്പെടുക. എത്ര പേര് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക? ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങളെ എവിടെ മുട്ടുമടക്കി നിലവിളിച്ചിട്ടുണ്ട്. ഉന്നതന്മാർ യേശുവിനെ കാണുവാനിടയായി ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ എന്ന വെള്ളിക്കിഴമ കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാவது രാത്രി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവ മക്കൾ അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുക. എന്നാൽ ഇന്ന് രാത്രി അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്തുകൊണ്ട് എന്റെ നാവുകൾ തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് പൗലോസിനെയും ശീലാസിനെയും മാസിഡോണിയുടെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു. ലോകം കൊടുക്കുന്ന ശിക്ഷാവിധി എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അവരുടെ കാല് മുതൽ തല വരെ അടിയേറ്റ പാടുണ്ട്. കാലുകൾ ചങ്ങലക്കകത്ത് ബന്ധിച്ച കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു അവർ പുറത്തു വരത്തില്ല. നാട്ടുകാർ വിചാരിച്ചു അവർ പുറത്തു വരത്തില്ല. വെട്ടമില്ല, വെളിച്ചമില്ല, കീബോർഡില്ല, സൗണ്ട് സിസ്റ്റം ഇല്ല. പക്ഷെ ഒന്നുണ്ട്, അവരുടെ നാവിനകത്ത് ദൈവത്തിന്റെ സ്തുതി ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സാഹചര്യം നിനക്ക് പ്രതികൂല, പ്രതിസന്ധികൾ നിനക്കെതിരെ ആഞ്ഞടിക്കും, നീ പുറത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയും. എന്നാൽ ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തുടങ്ങിയ നിന്റെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുക. നാളുകളായി നിന്നെ പുറത്തു വരാതെ നിന്റെ കുടുംബത്തിനെതിരെ പ്രതിസന്ധികൾ കൊണ്ടുവന്ന് നിന്റെ തലമുറകൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവക്കാരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയ 1 കാലുകളെ കെട്ടിയ ബന്ധനങ്ങൾ തകർത്തു. 2 അവർ മുട്ടുമടക്കി ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ മതിലുകൾ നാളുകളായി പട്ടണത്തിനകത്ത് ദൈവജനത്തെ ആരാധനയ്ക്ക് വിടാതെ വചനം കേൾക്കുവാൻ അനുവദിക്കാതെ ദുഷ്ടൻ കെട്ടിവെച്ച മതിലുകൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ 2024 ഹല്ലേലൂയ എരികോയുടെ മുൻപിൽ ദൈവജനം നിലവിളിക്കുമ്പോൾ എരികോയുടെ മതിൽ വീണതുപോലെ ദൈവജനത്തിന്റെ ആരാധനയ്ക്ക് വിടുതലിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ മതിലുകൾ, മന്ത്രവാദത്തിന്റെ മതിലുകൾ, സാത്താന്റെ മതിലുകൾ ഈ ആരാധനയിൽ അടിഞ്ഞു മാറുന്ന രാത്രിയായി മാറട്ടെ. 3 മുട്ടുമടക്കി ദൈവ കുഞ്ഞുങ്ങൾ കരയുവാൻ തുടങ്ങിയപ്പോൾ ആരവരെ കാരാഗ്രഹത്തിലാക്കിയോ? കാരാഗ്രഹ പ്രമാണി വന്ന് ചോദിച്ചു, കുഞ്ഞ് രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. 2024 ഞങ്ങൾക്ക് നാട്ടുകാരോടും വീട്ടുകാരോടും പറയാനുള്ള ഏക മുദ്രാവാക്യം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായ
ബലവാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി തുടങ്ങി ചൊവ്വാഴ്ച രാത്രി വരെ ദേശത്തെ തിരുക്കരങ്ങൾ തരുന്നു. അപ്പാ, ഞങ്ങൾക്ക് മഴ ആവശ്യമാണ്, കൃഷിക്കും കിണറിനും വെള്ളം ആവശ്യം. പക്ഷേ 6 മുതൽ ഞങ്ങളുടെ ആരാധന തുടങ്ങി 10 മണിക്ക് ഞങ്ങളുടെ പിള്ളേകൾ വീട്ടിലെത്തുന്നത് വരെ இந்த പട്ടണത്തിൽ ഒരു മഴയോ കാറ്റോ വരാതെ ഒരു 4 കിലോമീറ്റർ സ്വർഗത്തിന്റെ കോട പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നിവർത്തിക്കുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഞങ്ങൾ അപ്പച്ചന്റെ മക്കളോ, ഞങ്ങൾ 7 മക്കളോ, ഞങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം ഇവിടെ വരുന്ന കാർമേഘത്തെ 4 കിലോമീറ്റർ ദൂരെ മാറ്റിക്കൊണ്ട് இந்த നൽസെയ്തി കൂട്ടങ്ങളെ അപ്പച്ചൻ ആശീർവാദ കടസി ദിനം വരെ അങ്ങയുടെ കരത്താൽ അങ്ങ് കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ ചാറ്റലുകൾ ഈ പട്ടണത്തിൽ നിന്ന് മാറി കുഞ്ഞുങ്ങൾക്ക് സത്യവചനം കേൾക്കുവാൻ, ഇരിപ്പിടങ്ങളിൽ നിന്ന് അപ്പച്ചനെ ഉയർത്തുവാൻ അങ്ങയുടെ തിരുക്കരം ഇന്ന് രാത്രി പട്ടണത്തിൽ നീട്ടുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു എന്ന വചനപ്രകാരം ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. മക്കളെ അനുഗ്രഹിക്കണമേ. അടിയൻ ഒരു രാത്രി കൂടി വചനവുമായി നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാക്കും, വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വം പുകഴ്ചയോ അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമീൻ. കരത്തെ ഉയർത്തി കർത്തർക്ക് മഹിമയെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ സഹകരണത്തിനായി നന്ദി. ശ്രദ്ധയോടെ ഇരിക്കുന്ന ഇടവേളകളൊന്നും കാണത്തില്ല. പടപടാ വാക്യങ്ങൾ പോകും. ബൈബിൾ എല്ലാവരും കൊണ്ടുവരണം. നിങ്ങൾ നോട്ട് ചെയ്യണം. കഴിയുമെങ്കിൽ തുണ്ട് പേപ്പറും. இந்த നാൾക്കളിലെ பேசுகிறது ഉലകത്തിൻ മുടിവും കടശക്കാല ചെയ്തികൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ ബൈബിളിൽ ഇരിക്കുന്നത്. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ. ശ്രദ്ധയോടെ. പുതിയ നിയമത്തിന്റെ പ്രത്യേകത 5 തലങ്ങളാണ്. 1 സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ ജനനം. 2 ജീവിതം. 3 മരണം. 4 ഉയർത്തെഴുന്നേൽപ്പ്. 5 വരുവാനിരിക്കുന്ന കാലം. ഇതാ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തുവിന്റെ മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും. 2 അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളായി ലേഖനത്തിൽ റോമയും കോരിന്തിയും തെസലോനിക്കയും തിമത്തിയോസും എബ്രായരും എഫേസ്യരും. വലിയ ലേഖനങ്ങൾ. രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, വരുവാനിരിക്കുന്ന നിത്യത. 4ാം ഭാഗം തുലോം ചെറിയ ലേഖനങ്ങൾ. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഉലകത്തിന്റെ അവസാനം, ഉപദേശത്തിൽ കടന്നു പോകുന്നവരുടെ ന്യായവിധി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, പത്രോസ് 1, 2 പത്രോസ്, തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, യൂദ. ഇങ്ങനൊരു പ്രതിഭാസം അവസാന ഭാഗത്തെ ലേഖനം അവസാനിക്കുമ്പോൾ ദൈവ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി നല്ല ആയിരം വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങളുടെ അരിമயான വാലിബ പിള്ളേകൾ இந்த സ്റ്റേജിക്കുള്ള ഒരു പാടലെ കൊടുക്കുന്നത്. പരിശുദ്ധൻ മഹോന്നത ദേവർ കോടാനു കോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷം വീണ്ടും യൂത എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ലോകം സാമ്പത്തിക മണ്ഡലം തകരും. ദാണ്ട പക്ഷിപ്പനി വരുന്നു, മനുഷ്യൻ മരിക്കുന്നു, കോവിഡിന്റെ വകഭേദങ്ങൾ അനവധി വീണ്ടും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ജനം ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ സാധ്യത. ചർച്ചയ്ക്കുള്ള വരാതിരിക്കത്, വീട്ടിയിരിക്കത്, ഇതെല്ലാം ഉലകത്തിന്റെ അന്ത്യദിനങ്ങൾ കാണും. അതുകൊണ്ട് യൂത ഇങ്ങനെ എഴുതി, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ മൊഴിമുത്തുകൾ കേട്ട ദൈവ കുഞ്ഞുങ്ങൾ, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നിത്യതയെ കാത്തിരിക്കുന്നവൻ പറയും, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. ആ മക്കൾക്ക് വേണ്ടി വെളിപ്പാടിൻ പുസ്തകം പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അവസാനിപ്പിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. കുഞ്ഞുങ്ങളെ, ദൈവസഭയെ യഹോവരക്ഷന്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ ഒരിക്കൽ കൂടെ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി AD 30 കാൽവറിയിലെ ക്രൂശീകരണം, AD 37 ആരാൽ എഴുതപ്പെടുന്നു? മത്തായിയാൽ
മത്തായിൽ എഴുതപ്പെടുന്നത് മത്തായി സുവിശേഷം. ശ്രദ്ധയോടെ അടുത്ത ഭാഗങ്ങൾ, അടുത്ത ദിവസങ്ങൾ 1278 വാക്യങ്ങളാണ് മത്തായി സുവിശേഷം, 28 അധ്യായങ്ങൾ. ഇതിൽ 5 തലങ്ങളുണ്ട്. നിങ്ങളൊരു ബൈബിൾ കോളേജിലിരുന്ന് പഠിക്കുന്നത് പോലെ കാര്യങ്ങൾ പഠിക്കണം. ഇതിനകത്ത് 5 ഭാഗങ്ങളുണ്ട്. 1 യേശുവിൻ്റെ അമ്മ മറിയ, 2 സ്നാപക യോഹന്നാൻ, 3 യേശു, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പട്ടണമാ ശമരിയ, 2 യഹൂദിയ, അതിനുശേഷം ബേത്ലഹേം, അത് കഴിഞ്ഞ് കാൽവറി മല, 5 ഒലിവുമല. ഈ പ്രത്യേക ഭാഗങ്ങളാണ് മത്തായി സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഏവരും ശ്രദ്ധയോടെ അധ്യായം 1 തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി അതിനകത്ത്. അധ്യായം 2 വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി, മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടർക്കപ്പെടണം, അവൻ്റെ ജനനമാ മത്തായി 2 വരുമ്പോൾ. എവിടെ? ആടിൻ്റെ പരമയാഗം. സെൽവപുരത്തെ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോണ്ടിരിക്കണം. ഒന്നാമത്തെ മനുഷ്യൻ ഏദന്റെ പൂങ്കാവനത്തിനകത്ത് ആദമ്യ കുടുംബം രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി അവർ തോട്ടത്തിന് പുറത്തായി. 2 ഒരാടിനെ എവിടെ ഇറക്കുന്നു? തുടങ്ങിയത് എവിടെ? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാം 1498 കിലോമീറ്റർ വാഗ്ദത്ത സന്തതിയായി യിസ്ഹാക്ക് പക്വതയോടെ കുഞ്ഞു വീട്ടിൽ വളരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ കുഞ്ഞിനെ മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുവരണം, ഹോമയാഗത്തിന് സമർപ്പിക്കണം. 99-100 കിട്ടിയ ഒരു പൈതൽ, തൻ്റെ രക്തത്തിലും ജീനിലും പിറന്ന കുഞ്ഞിന് കൊണ്ടുവരുവാൻ അബ്രഹാമിൻ്റെ മനസ്സിനകത്ത് ചെറിയ ഭയമിരിക്കുന്നത്. പക്ഷേ സ്വർഗത്തിൻ കൽപ്പന കേട്ട് അബ്രഹാം കുഞ്ഞിനോട് പറഞ്ഞു, യാത്രയാകാം. എന്നും ഹോമയാഗത്തിന് വേണ്ടി പോകുന്ന അബ്രഹാം കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ആടിൻ്റെ കയറ്, ഒരു കുഞ്ഞാടിനെയും കൊടുക്കും. ഇന്ന് വിറകും കത്തിയും കൊച്ചിൻ്റെ തലയിൽ വെച്ച് ഇസഹാക്കിൻ്റെ തലയിൽ. ഇസഹാക്ക് ചോദിച്ചപ്പാ, വിറകിരിക്കത്, കത്തി ഇருக்கு, യാഗപീഠത്തിൽ കൊടുക്കുന്നത്, ആട്ടുംകുട്ടി എங்கே இருக்குது? അപ്പോൾ അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളൂ. അബ്രഹാമിനറിയാം ഈ പൈതലിനെ യാഗം സമർപ്പിക്കേണ്ടത്. പക്ഷെ അവനറിയാം, എൻ്റെ പൈതലിൻ്റെ ശരീരത്തിനകത്ത് ഞാൻ കത്തിക്കൊണ്ട് യാഗം സമർപ്പിച്ച് അവിടെ ചാരം മൂടിയാലും അതിൻ്റെ നടുവിൽ നിന്ന് മറ്റൊരു ഇസഹാക്കിനെ പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുറ്റ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകൻ്റെ പുറത്ത് നോക്കി യാത്ര ചെയ്ത അബ്രഹാമിന് ഇസഹാക്കിനെ കൊണ്ടുപോകാൻ യാതൊരു മടിയും ഉണ്ടായില്ല. എല്ലാവരും കേൾക്കണം വചനം. 3 ദിവസത്തെ വഴി ദൂരമായി അവർ നടന്നു. മോറിയ ദേശത്തുള്ള മലയിൽ വന്നു. ആ മലയ്ക്കകത്ത് ഒരു പാറയ്ക്കകത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നു, യിസ്ഹാക്കിനെ കിടത്തിയതിനു ശേഷം കൈകാലുകൾ ബന്ധിച്ചു. തൻ്റെ മകനൊന്ന് ചലിച്ചാൽ ഒരുപക്ഷെ തൻ്റെ കരങ്ങളിലിരിക്കുന്ന വാളെടുത്ത് ഈ കുഞ്ഞിൻ്റെ മേൽ വെട്ടുമ്പോൾ അവൻ്റെ ശരീരം ചലിച്ചാൽ ഹല്ലേലൂയ, അത് വേദനയായിട്ട് വരാതിരിക്കുവാൻ, കുഞ്ഞിറങ്ങി ഓടാതിരിക്കാൻ കൈകാലുകൾ ബന്ധിച്ചു. അവസാനമായി പ്രാർത്ഥനയുടെ കത്തിയാകുന്ന വാൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തോട് നിലവിളിച്ചു, തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ശരീരത്തിനകത്ത് തൻ്റെ ശരീരത്തിൽ കരയിലിരിക്കുന്ന ഖഡ്ഗം വീഴാൻ പോകുകയാണ്. സ്വർഗം ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, അബ്രാമേ അബ്രാമേ, ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ മറുപടിയായി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് നാட்களில் இந்த കൺവെൻഷൻ കൂട്ടങ്ങൾ മുതലാവത് രാത്രി, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു വഴിയായി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കും, ഒരുപക്ഷെ പ്രതിസന്ധി ആഞ്ഞടിക്കും. എന്നാൽ ഇന്ന് രാത്രി കരങ്ങളെ തൂക്കി പറയണം, എൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, ഞാൻ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. മറുവലിയായി ഒരു ആട്ടിൻകുട്ടിയെ അയക്കുക. യിസ്ഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരു വഴിയായി യിസ്ഹാക്കുമായി അബ്രഹാം യാഗപീഠത്തിനകത്തേക്ക് നടക്കുമ്പോൾ മറുവഴിയായി മോറിയായുടെ ദേശത്ത് മലയിൽ കൂടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയവനാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവം. മോറിയയുടെ പ്രത്യേകതയുണ്ട്, ഒരു കാരണവശാലും അവിടെ ഒരു കള്ളിമുൾ ചെടി പോലും കാണത്തില്ല. എന്നാൽ വാഗ്ദത്തമുള്ളവൻ അവിടെ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി പറയണം, ഒരു വഴിയായി പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോൾ മറുവഴിയായി എനിക്കൊരു വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, നീ പതറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഈശാനുമൂലം നിന്റെ കൊടുങ്കാറ്റ് നിന്റെ കുടുംബത്തിന്, ഈശാനുമൂലം നിനക്കെതിരെ ആഞ്ഞടിക്കും. രോഗക്കെട്ടുകൾ നിന്റെ ഭവനത്തിനകത്ത് മാറാതെ വരും. ഒരുപക്ഷെ കടഭാരങ്ങൾ പെരുകിക്കാണും, നിന്റെ കുടുംബം തകർന്നു പോകുമെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അതിൻ്റെ നടുവിൽ അമരക്കാരനായി ഒരുവൻ എൻ്റെ പടകിനകത്തുണ്ടെങ്കിൽ എൻ്റെ കുടുംബം തകരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല കുഞ്ഞ് നിന്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് തായെ
തകർപ്പന് ഏത് ദൈവമാ? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, സോംപൂർണ്ണ ഗാലക്സിക്കകത്ത് ആകാശപ്പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നീ തളരരുത്, നീ പതറരുത്. പ്രതിസന്ധിയുടെ നടുവിൽ നീ യാത്ര ചെയ്യുമ്പോൾ മറുവഴിയായി ഒരു ആട്ടിൻകുട്ടി അയക്കുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വതന്ത്രം. ഒന്ന്, ഒരു പൈതലിന് വേണ്ടി ഒരാട്ടിൻകുട്ടി യാഗമായി. രണ്ട്, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. ശ്രദ്ധയോടെ ഇരിക്കണം. മൂന്ന്, ജ്ഞാനികൾ ശലോമോൻ ദൈവാലയം പണിതു. 1,52,000 പരം ആടുകളെ അറുത്തു. ആടിൻ്റെ രക്തം ഒഴുകി അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കൽ കൂടി ആദമ്യ കുടുംബം രക്ഷയുടെ തേജസ് ഏദനകത്ത്. രണ്ട്, ഇസഹാക്കിന് വേണ്ടി ഒരാട്ടിൻകുട്ടി, ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി 1000 ആടുകളെ അറുത്തു. യഹൂദൻ്റെ ആലയത്തിന് വേണ്ടി അനേകം ആടുകളെ അറുത്തു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കുടുംബത്തിനകത്ത് പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും കൊലപാതകവും കൂട്ടവും പോയിടും. അവിഹിത ഗർഭമല്ല മാഞ്ഞടിച്ചപ്പോൾ മിണ്ടാപ്രാണിയെ കുറുപ്രാവിനെ പടപടാറക്കുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗം ചോദിച്ചു, എന്നും ഈ മിണ്ടാപ്രാണികളുടെ രക്തം വീഴണ്ട, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. വിശ്വസിക്കുന്നവർക്കായി രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. കളിക്കവളിയിൽ CPM-ന്റെ സഖാക്കൾ പടപട വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, രക്തസാക്ഷി ചിന്താബാ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. അപ്പോൾ മാർത്താണ്ഡത്ത് BJP-യുടെ സുഹൃത്തുക്കൾ കരമുയർത്തി പറയും, ബലിദാനികൾ ചിന്താബാ, ബലിദാനി മരിച്ചിട്ടില്ല. ആദ്യം നേതാക്കളുടെ പേരല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചിന്തിയവരുടെ പേര് പറയുന്നത് പോലെ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ സന്നിധിയിൽ അവൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ 5 രാത്രി ഞങ്ങൾ അവനെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകുട്ടി, ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം പെന്തിക്കോസിന്റെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, CSAയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല, ബുദ്ധന്റെ പാപമല്ല, സകല മനുഷ്യന്റെ പാപത്തെ മാറ്റുക ഒരാട്ടിൻകുട്ടി അറക്കപ്പെടണം. ആ ആട്ടിൻകുട്ടി എന്ന കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി. കരമുയരുന്നില്ലല്ലോ. ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. തീർന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. അതുകൊണ്ട് ആ ചങ്കൂറ്റത്തോടെ ഞങ്ങൾ ഇന്ന് രാത്രി കർത്താവിനെ ഉയർത്തുന്നത്. ജനിക്കുന്നതിന് മുമ്പ് എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? 14 പരം പ്രവചനങ്ങളാ യേശുവിനെ പറ്റി. 3 കാര്യങ്ങൾ തൊട്ടുകൊണ്ട് വാക്യത്തിലേക്ക്. 1, യെശയ്യാ പ്രവചനം 9:6. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭു. യെശയ്യാ 7:14. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലേക്ക്. തീർന്നില്ല. ഈ കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, ഇമ്മാനുവേൽ. തീർന്നില്ല. ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് മീക എഴുതി വെച്ചു, നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തിന്റെ രക്ഷ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്നവൻ വരും. അങ്ങനെ ഒരു നല്ല കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്താൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എവിടെ വരുന്നു? ആ മത്തായി സുവിശേഷം 2 വരുമ്പോൾ ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ അവൻ ജനിക്കുന്നു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാനാൽ യേശു സ്നാനമേൽക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണമേ. സ്നാനമേറ്റ് കഴിയുമ്പോൾ 3.5 വർഷം മിനിസ്ട്രി ഏറ്റെടുക്കുന്നു. അപ്പോൾ 33.5 തിരുവയസ്സിൽ അവൻ്റെ ക്രൂശീകരണം നടക്കണം. അതിനൊരു യാത്ര വരുന്നു. ബൈബിൾ കൂടെ ഇരിക്കണം. മത്തായി 21. അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തുന്നു. ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയെയും അടിച്ചു കൊണ്ടുവരണം. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ, നാട്ടുകാർ ചോദിച്ചാൽ കർത്താവിന് ഇതിന് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം സഹോദരിമാർ. ഇതൊരു വലിയ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. നാഥൻ്റെ ജനനത്തിന് മുമ്പ് 550 കൊല്ലങ്ങൾക്ക് മുമ്പ് സെക്കരിയ എഴുതി വെച്ചു. ബൈബിൾ കൂടെ സെക്കരിയ പ്രവചനം 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാൻ എന്തൊക്കെയാ, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് പട്ടണത്തെ ഇളക്കിക്കൊണ്ട് വാഹനമേറി സൗമ്യനായി വരും. ഇത് കിടക്കുന്ന കഴുതയും ഒരു കുഞ്ഞുമാ കാട്ടിനകത്ത്. ഇന്ന് രാത്രി വചനം നിഷ്പക്ഷതയോടെ പഠിച്ചിട്ട് വേണം പുറത്തിറങ്ങുവാൻ. കഴുതയുടെയും കുഞ്ഞിൻ്റെയും പ്രത്യേകത. 1, ഈ കഴുതയുടെ ഭർത്താവ് മരിച്ചതായിരിക്കാം. ദെൻ സെക്കൻഡ് 1 ഡൈവോഴ്സ് ആയിരിക്കാം. 3,
ആശകളെല്ലാം മാറ്റുപോയി. 4 കഴുത്ത് ഒരു കയറ് കൊണ്ട് വനാന്തരത്തിൽ വേരിനകത്ത് ഇനി പോകാൻ വഴിയൊന്നുമില്ല. 5 മുൻപിൽ മരണവും ആത്മഹത്യയും ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇന്ന് രാത്രി പറയണ എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കുവാൻ ആരും കാണത്തില്ല. എന്നാൽ സഹോദരൻ ലാസ്റ്റ് മോമെന്റിലും നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കുക. കഴുതയുടെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവ് രാത്രി നീ പരാജയത്തോടെ പോകരുത്. ഇന്ന് രാത്രി നിന്റെ മുൻപിൽ വഴികൾ കാണത്തില്ല, നിന്റെ മുൻപിൽ വാതിലുകൾ കാണത്തില്ല. ലോകം പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നിന്റെ കുടുംബം നന്മ പ്രാപിക്കത്തില്ല. എന്നാൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്നാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? തക്ക സമയത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സിസ്റ്റർ ഇന്ന് രാത്രി കരമുയർത്തി പറ, 5 പ്രതികൂലം എൻ്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച 5 അനുകൂലം മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ കരം ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ കഴുതയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ആരാ ഹല്ലേലൂയ! ദൈവ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ 1 ദൈവത്തിന്റെ ദാസന്മാർ അവിടെ വന്നു, കഴുതയുടെ കഴുത്തിലെ കുരു കഴിച്ചു. 2 കഴുതയുടെ പുറത്ത് രക്ഷയുടെ വസ്ത്രം വിതറി. 3 കഴുതയെ പുറത്തു കൊണ്ടുവന്നു. 4 എവിടായ നിന്ദിച്ചവരുടെ നടുവിൽ നാട്ടുകാർ മുഴുവൻ കഴുതയുടെയും കുഞ്ഞിന്റെയും മരണം കാണാൻ കാത്തിരിക്കുക. അതിന്റെ നടുവിൽ കഴുതയുടെ പുറത്ത് നാഥൻ വാഹനമേറിയത്. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്. ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, മന്ത്രവാദി നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ദൂട്ടപിശാച് നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ക്യാൻസറിന്റെ അണുക്കൾ പറയും നീ ഈ ലോകത്ത് നിന്ന് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എത്ര പേർക്ക്